പഞ്ചാരക്കൊല്ലിയിൽ കടുവയെങ്കിൽ പത്തനാപുരത്ത് പുലിയാണ്. കഴിഞ്ഞ ദിവസവും പ്രദേശത്ത് പുലി ഇറങ്ങി. വനംവകുപ്പ് കൂടും ക്യാമറയും സ്ഥാപിച്ചെങ്കിലും പുലിയെ പിടികൂടാനായിട്ടില്ല. ഒന്നിലധികം പുലികളുണ്ടോ എന്നും ആശങ്കയുണ്ട്. വിവരങ്ങളുമായി മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കടുവ ഒറ്റയ്ക്കാണ് പലപ്പോഴും വരാറ്. പക്ഷേ പുലികൾ അങ്ങനെയല്ല, ഒന്നിലേറെ പേർ ഉണ്ടാകും. കുറേയൊക്കെ മനുഷ്യൻ്റെ സാമീപ്യം കണ്ടാൽ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. കടുവ സധൈര്യം മുന്നോട്ട് വരുമെങ്കിൽ പുലികൾ അങ്ങനെയല്ല. ഇപ്പോൾ ഈ പത്തനാപുരത്തുകാരുടെ ആശങ്ക എന്താണ്? തീർച്ചയായും അത് തന്നെയാണ്. അതായത് കൂടുതൽ പുലികൾ ഉണ്ടോ എന്നുള്ള ആശങ്ക തന്നെയാണ് ഈ പത്തനാപുരത്തെ ജനങ്ങൾക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിടവൂരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. അതായത് വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു CCTV ദൃശ്യങ്ങളാണ് ഈ പുലി റോഡ് മുറിച്ച് കടന്നു പോകുന്ന ആ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ തന്നെ ഈ ജനവാസ മേഖലയാണ്, ആളുകൾ ബൈക്കിൽ പോകുന്ന സ്ഥലം കൂടെയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലും വ്യക്തമാണ്. ഇതിനു മുമ്പും 2 ദിവസം മുമ്പും ഇത്തരത്തിൽ തന്നെയാണ് പുന്നല ഭാഗത്ത് ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അതിലും പുലി റബ്ബർ തോട്ടത്തിൽ നിൽക്കുന്നതായി കണ്ടെത്തി. അതിൽ തന്നെ നാട്ടുകാരൊക്കെ ഈ പുലിയെ നേരിട്ട് കാണുന്നുണ്ട്, ഇത് വനംവകുപ്പിനെ അറിയിക്കുന്നുണ്ട്. പക്ഷേ വനംവകുപ്പിന് പുലിയാണെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പാദമൊക്കെ പുലിയുടെ തന്നെ എന്നുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട്. എന്നാൽ പുലിയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. 2 ആഴ്ചയോളമായി ഈ കുണ്ടംകുളം ഭാഗത്ത് കൂട് സ്ഥാപിച്ചിട്ട് അതോടൊപ്പം തന്നെ ക്യാമറകളും സ്ഥാപിച്ചു. എന്നാൽ പുലിയെ ഈ കെണിയിലാക്കുവാൻ വേണ്ടിയിട്ട് ഇതുവരെ വനംവകുപ്പിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെ കൂടുതൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്നത്. കാരണം ദിവസവും ഇങ്ങനെ പുലിയെ ഓരോ സ്ഥലത്ത് കാണുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒന്നിലധികമോ പുലികളുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നാട്ടുകാരെ കൂടുതലായി ഭീതിപ്പെടുത്തുന്നത്. കുട്ടികൾ ഒരുപാടുള്ള സ്ഥലം കൂടെയാണ്. ഈ മേഖലയിലൊക്കെ തന്നെ നേരത്തെ 1-2 സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു ഇത്തരത്തിലൊരു വന്യജീവി ഭീഷണി നിലനിന്നിരുന്നത്. എന്നാൽ ഇന്ന് എല്ലാ പഞ്ചായത്തുകളിലേക്കും അത് വ്യാപിച്ചു എന്നുള്ളതാണ്. പത്തനാപുരം താലൂക്കിൽ തന്നെ ജനങ്ങൾക്ക് ഒന്നാകെ എല്ലാ മേഖലയിലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പിടവൂരായാലും കുണ്ടംകുളമായാലും അതോടൊപ്പം തന്നെ ഓരോ മേഖലയിലെയും ജനങ്ങൾ ഈ ഒരു ഭീതി തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും അവരൊക്കെ തന്നെ ആശങ്കയിലാണ്. ഇനി എത്രയും വേഗം പുലിയെ പിടികൂടണമെന്നുള്ള ആവശ്യം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. കാരണം ഓരോ ദിവസവും അങ്ങനെ സമാധാനത്തോടു കൂടി അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തങ്ങൾ നേരിട്ട് കണ്ട പുലിയെപ്പോലും അധികൃതർക്ക് കണ്ടെത്താൻ അല്ലെങ്കിൽ വനംവകുപ്പ് പരിശോധിക്കുമ്പോൾ ആ പുലിയെ കണ്ടെത്താനാകുന്നില്ല എന്നുള്ളതാണ് ജനങ്ങൾക്കിടയിലെ ഒരു പരാതി. മന്ത്രിയെ കണ്ടു, അത് നേരത്തെ സൂചിപ്പിച്ച് ഇത്തരമൊരു കാര്യം മന്ത്രിയോട് അടക്കം പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. KB ഗണേഷ് കുമാറിൻ്റെ മണ്ഡലത്തിലെ പരിധി കൂടിയാണ് ഈ പത്തനാപുരം. അതുകൊണ്ട് തന്നെ മന്ത്രിയോടക്കം ജനങ്ങൾ പരാതി പറയുന്നതായാണ്. എന്നാലും അതിൽ വനംവകുപ്പ് ആണ് ആ കാര്യങ്ങൾ ചെയ്യാനുള്ളത് എന്നുള്ള ഒരു കാര്യമാണ് ജനപ്രതിനിധികളടക്കം പറയുന്നത്. പക്ഷേ വനംവകുപ്പിന് ഇതുവരെയും പുലിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ നവംബറിൽ ചിതൽവെട്ടിയിൽ നിന്ന് ഒരു ഒരു പെൺപുലി പിടിയിലായി എന്നുള്ള കാര്യം നമുക്ക് കണ്ടതാണ്. അന്ന് അവിടെ കൂട് സ്ഥാപിച്ചിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ ഒരു പുലി കൂട്ടിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം വീണ്ടും ഈ പുലിയുടെ സാന്നിധ്യം ഓരോ മേഖലയിലും ഉണ്ട് എന്നുള്ളതാണ് ജനങ്ങളെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നത്. ശരി, പത്തനാപുരത്ത് പുലിപ്പേടിയിലാണ് നാട്ടുകാർ. അവിടെ ഒന്നിലധികം പുലികൾ ഉണ്ടെന്ന ആശങ്കയാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്.